ഹലോ മക്കളെ, മെയ് 3 നീറ്റ് എക്സാം നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ നീറ്റിൻ്റെ വെബ്സൈറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യാം, ആ അഡ്മിറ്റ് കാർഡ് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. കളർ പ്രിൻ്റ് ആയിട്ട് ഫോട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എക്സാമുകൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. ഒന്ന് ഡ്രസ് കോഡ് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് എടുക്കണം. അതേപോലെ നിങ്ങളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കേണ്ടതാണ്. മറന്നു പോകരുത്, എക്സാമുകൾ നിർബന്ധമായി കൊണ്ടുപോകേണ്ടതാണ്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ID പ്രൂഫ്, എന്താണ് നിങ്ങൾ കൊടുത്തത് ആ ID പ്രൂഫ് നിർബന്ധമാണ്. ആധാർ കാർഡ് അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ +2യുടെ സർട്ടിഫിക്കറ്റ് അങ്ങനെ. ഈ 3 കാര്യം പ്രത്യേകം എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട് ചെയ്യണം. അതുപോലെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എക്സാം ഹാൾ എന്ത് ചെയ്യാം, എത്രയും പെട്ടെന്ന് നേരത്തെ എത്താൻ നോക്കുക. 11:30 മണിക്കാണ് നിങ്ങളെ എക്സാം ഹാൾ എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ആവുന്നത്. അപ്പോൾ 11:30ക്ക് തന്നെ എല്ലാവരും എന്ത് ചെയ്യാം, എക്സാം സെൻറ്ററിൽ എത്താൻ ശ്രമിക്കുക. ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1:30 മണിയാണ്. 1:30 മണിക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ എക്സാം സെൻറ്റർ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നതാണ്. അതിനുശേഷം ആരും അവിടെ അലൗഡ് ചെയ്യില്ല. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എക്സാം സെൻറ്ററിൽ നേരത്തെ എത്താൻ വേണ്ടി ശ്രമിക്കുക. 2 to 5 മെയ് 3 2 to 5 വരെയാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നേരത്തെ തന്നെ എത്താൻ വേണ്ടി ശ്രമിക്കുക. ടെൻഷൻ അടിക്കരുത്, പാനിക് ആവരുത്. വളരെ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ റിവൈസ് ചെയ്യുക. ടെൻഷൻ അടിക്കാതെ നല്ലോണം പഠിക്കാം. അതിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മാക്സിമം എന്ത് ചെയ്യും, ബയോളജി ഫോക്കസ് ചെയ്യുക. ബയോളജി നല്ലോണം റിവൈസ് ചെയ്യുക. കെമിസ്ട്രിയിൽ എന്ത് ചെയ്യുന്ന ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു, പൊടി തട്ടിയെടുക്കുക. അതേപോലെ തന്നെ ഇനോർഗാനിക്കിലെ പ്രധാനപ്പെട്ട പോയിന്റ്സിലൊക്കെ ഒന്ന് ഓടിച്ചു നോക്കുക. അതേപോലെ ഫിസിക്സിൻ്റെ ഇക്വേഷൻ നോക്കുക. മാക്സിമം റിവൈസ് ചെയ്യുക, നല്ലോണം പഠിക്കുക. കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ഈ ടൈം വളരെ ക്രൂഷ്യലാണ്. ടെൻഷൻ അടിക്കാതെ റിവൈസ് ചെയ്ത് മുമ്പോട്ട് പോകുക. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മെയ് 3 നിങ്ങളുടെ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലോണം എക്സാം ചെയ്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളും പ്രാർത്ഥിക്കുക, അടിപൊളിയായിട്ട് എക്സാം ചെയ്താൽ ഓൾ ദി ബെസ്റ്റ്.